നമ്മൾ ഇന്നത്തെ ഒരു ഷൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്യാമറ ഡിജിറ്റൽ തൃശ്ശൂരിന്റെ 1.5 lakh റേഞ്ചിൽ വരുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫി കിറ്റാണ്. ഒത്തിരി ബിഗിനർ ഫോട്ടോഗ്രാഫർമാർക്കും നിലവിലുള്ള വെഡിങ് ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഫാഷൻ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലോട്ട് ഒന്ന് കാലെടുത്ത് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഫാഷൻ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു എൻട്രി വളരെ എക്സ്പെൻസീവ് ആണെന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ധാരണ കൊണ്ടാണ് അവർ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കാലുവെക്കാൻ മടിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നൊരു ചോദ്യം, 1.5 ലക്ഷം രൂപയ്ക്ക് ഫാഷൻ ഫോട്ടോഗ്രാഫി എൻട്രിയോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് ഇറ്റ്സ് പോസിബിൾ. കാരണം കേരളത്തിന്റെ സെക്കൻഡ് ഹാൻഡ് ക്യാമറ മാർക്കറ്റ് അങ്ങനെയാണ്. നമ്മൾ ഈ മാഗസിൻ കവർ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ സോണി a7r4 ആണ്. 1,30,000 തുടങ്ങി ഇത് ക്യാമറയിൽ അവൈലബിൾ ആണ്. ഉപയോഗിക്കുന്ന ലെൻസ് സോണിയുടെ തന്നെ 50mm 1.8 ലെൻസ് ആണ്. 10,000 rupees തുടങ്ങി ഇത് ക്യാമറയിൽ അവൈലബിൾ ആണ്. ഗോഡോക്സിനായിട്ടുള്ള സോണിയുടെ X1 ട്രിഗർ ആണ്. ഇത് 2,000 രൂപയ്ക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഒരു 120 സോഫ്റ്റ് ബോക്സ് ഒരു 5,000 രൂപ റേഞ്ചിൽ അവിടെ അവൈലബിൾ ആണ്. ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗോഡോക്സിന്റെ SK400 എന്നത് ഒരു 5,000 രൂപയ്ക്ക് അവിടെ അവൈലബിൾ ആണ്. ആക്ച്വലി ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു സോഫ്റ്റ് ബോക്സും ലൈറ്റും നമ്മുടെ സ്റ്റുഡിയോയിലുള്ളതാണ്. പക്ഷേ ഈ സെയിം പ്രോഡക്ട്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി. താങ്ക്സ് ക്യാമറ ഡിജിറ്റൽ ഫോർ സ്പോൺസറിംഗ് അവർ വീഡിയോ. തൃശ്ശൂരിലെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഷോറൂമാണ് ക്യാമറ ഡിജിറ്റൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാൻഡ് ക്യാമറകളോ ലെൻസുകളോ ഫ്ലാഷുകളോ കണ്ടിന്യൂസ് ലൈറ്റുകളോ ഡ്രോണുകളോ ഗിംബലുകളോ എല്ലാ അനുബന്ധ ഘടകങ്ങളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വളരെ റിലയബിൾ ആയിട്ട് സ്വന്തമാക്കാവുന്ന ഒരു ഷോറൂമാണത്. കമ്പനി വാറന്റിയോട് കൂടിയ എക്യുപ്മെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഫേക്ക് മാഗസിൻ കവർ ചിത്രീകരിക്കാനായി നമ്മളെ മോഡലായ ഏഞ്ചലിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഇന്നത്തെ ഷൂട്ടിന്റെ പർപ്പസിനായിട്ട് ഏഞ്ചൽ ഒരു വൈറ്റ് എയർലൈൻ കോഡ് സെറ്റാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലുക്ക് അച്ചീവ് ചെയ്യാനായി ഒരു കൂളിംഗ് ഗ്ലാസ് ഏഞ്ചലിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് ഫുൾ ബോഡി ഷോട്ട്സ് ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഏഞ്ചൽ ഒരു ഹൈ ഹീൽ ധരിച്ചിട്ടുണ്ട്. ആ ഹീൽസും ഒരു ന്യൂഡ് അല്ലെങ്കിൽ ബീജ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു തീം കിട്ടാനായിട്ടാണ് ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നോ ഫ്ലാഷ് നോ പിക്ചർ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ക്യാമറ സെറ്റിംഗ്സ് അപ്പേർച്ചർ 8 ആണ്. ഷട്ടർ സ്പീഡ് 125 സെറ്റ് ചെയ്തിട്ടുണ്ട്. ISO 100 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാഷ് ആഡ് ചെയ്യാം. നമ്മളൊരു വൈറ്റ് കളർ സീംലെസ് ബാക്ക് ഡ്രോപ്പ് ഇവിടെ ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ നമ്മളുടെ ഫ്ലാഷ് ഗ്രൂപ്പ് സിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ പവർ ഒരു ഹാഫ് പവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്നൊരു ഫോട്ടോ എടുത്ത് നോക്കാം. വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പോഷറാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മോഡലിന്റെ ഈ സൈഡിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡീപ്പർ ആയിട്ടുള്ള ഷാഡോ ആണ്. ഈ ഒരു ഷാഡോയെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് 2 വഴികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ ഒരു ഫിൽ ലൈറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടർ ആഡ് ചെയ്യുക. നമ്മളിവിടെ രണ്ടാമത്തെ വഴിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഇതൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ജയന്റ് റിഫ്ലക്ടർ ആണ്. തെർമോക്കോളുകൾ സ്റ്റാക്ക് ചെയ്താണ് ഈ ഒരു റിഫ്ലക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ റിഫ്ലക്ടറിനെ ഒരു ബുക്കിന്റെ ആകൃതി വെക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ റിഫ്ലക്ടർ മോഡലിനെ ഇടതുവശത്തൊന്ന് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം ഈ ചീപ്പ് DIY റിഫ്ലക്ടർ കൊണ്ട് നമ്മളെ ആ ഒരു ഷാഡോനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾക്ക് ആ ഒരു DIY റിഫ്ലക്ടർ തന്നിരിക്കുന്നത്. നമ്മൾ ഈ മെയിൻ ലൈറ്റ് മോഡലിന്റെ ഇടതുവശത്ത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷാഡോയെ റിഫ്ലക്ടർ വളരെ എഫിഷ്യന്റ് ആയി ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ഒരു ക്വാർട്ടർ ബോഡി ഷോട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി ഷോട്ടോ ട്രൈ ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ടർ ഇവിടെ ആഡ് ചെയ്തത്. അല്ല, നമ്മൾ ഈ റിഫ്ലക്ടറിന് പകരം ഒരു ഫിൽ ലൈറ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഫിൽ ലൈറ്റിന് അത്രയും വലിയ ഒരു മോഡിഫയർ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ നമ്മളെ ലൈറ്റും റിഫ്ലക്ടറും ഒക്കെ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ഇവിടെ എടുത്തു നോക്കാം. ഫോട്ടോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫോട്ടോഷൂട്ടിലോട്ട് കുറച്ച് പ്രോപ്സ് ആഡ് ചെയ്യാൻ പോവാം.
നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്ത എല്ലാ ഫോട്ടോസും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. കമ്പ്യൂട്ടറിലെ ലൈറ്റ് റൂം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോസിൽ നിന്ന് നമ്മൾ ഒരു ബെസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനൊരു ബേസിക് ടീക്സ് എല്ലാ ഇമേജിനും ചെയ്തിട്ടുണ്ട്, ഒരു ബേസിക് ക്ലീനപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇമേജസ് എന്ന് പറയുന്നത് ഈ ഒരു ഇമേജാണ്. ഇവിടെ സോണി a7 ഒരു ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 63 മെഗാ പിക്സൽ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾക്ക് ഈ ഒരു ഇമേജ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊന്ന് ഫോട്ടോഷോപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഇമേജിനെ മാത്രം ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് ബെസ്റ്റ് ഇമേജ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മാഗസിൻ കവർ പോലെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോവാം. അതിനുവേണ്ടി നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഇമേജ് റൈറ്റ് ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് കൊടുക്കുകയാണ്. ഈ ഒരു ലോക്ക് പിടിക്കുകയാണ്, ഒരു കോപ്പി എടുത്തിടുകയാണ് ഈ ലെയറിൻ്റെ. എന്നിട്ട് ആ ബേസ് ലെയർ ഒന്ന് ഞാൻ ഹൈഡ് ചെയ്തിടുകയാണ്. ഞാൻ എന്നിട്ട് ആ ഒരു കോപ്പി എടുത്ത ലെയർ വർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലൂടെ ഒരു ഫേക്ക് ആയിട്ടുള്ള മാഗസീൻ ലൈക്ക് ലെറ്ററിങ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ അതിനു വേണ്ടി നെറ്റിൽ നിന്ന് PNG ഫോർമാറ്റിലുള്ള ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ഈ കാണുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഇമേജിനെ ഈ ഒരു ഇമേജിൻ്റെ മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ മൂവ് ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ എന്നിട്ട് ഈ ഒരു ലെറ്ററിലൊന്ന് പിടിച്ചിട്ട് അപ്പുറത്തോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ലെയർ വളരെ ചെറുതാണ്. അപ്പോൾ ആ ലെയറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. Ctrl+T അടിച്ചതിന് ശേഷം അതിനൊന്ന് ഡ്രാഗ് ചെയ്ത് ഈ നമ്മളുടെ നിലവിലുള്ള ഇമേജിന്റെ വലുപ്പത്തിലോട്ടൊന്ന് ഫേക്ക് ചെയ്ത് കൊണ്ടുവരുവാണ്. ഓക്കെ, ഏകദേശം നമ്മളങ്ങനെ കൊണ്ടുവന്നു. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് അതിനോട് പ്ലേസ് ചെയ്യുവാണ്. ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുവാനായി ഞാൻ 2 ലെയറുകളെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം മെർജ് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഈ 2 ലെയറും ഒറ്റ ലെയറായി മാറി. ഇനി റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം ഞാനതിൻ്റെ എക്സ്പോർട്ടാസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ JPG ഫോർമാറ്റിലാണ് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ക്വാളിറ്റി ഞാൻ ഹൈ സെലക്ട് ചെയ്യുവാണ്. നമ്മൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. അവർ സ്പേസ് ചോദിക്കുന്നുണ്ട്. ഞാനത് നമ്മളെ ഡെസ്ക്ടോപ്പ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ സേവ് അടിക്കുവാണ്. അങ്ങനെ നമ്മളുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള മാഗസിൻ കവർ ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. സോ ബാക്ക് ടു സ്റ്റുഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും വാല്യൂ കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യം 6 മണിക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് മോഡൽ കണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ റിയൽ ആയിട്ട് പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മോഡലിംഗ് ഫോട്ടോഷൂട്ടിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച ഇതേ സമയം വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി.